എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പി നമുക്കും വീടുകളിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. പൊതുവേ നമ്മൾ ഈ റെസിപ്പി കഴിച്ചിട്ടുള്ളത് ബീച്ചിൽ നിന്നൊക്കെയാണ്. അതിലും വ്യത്യസ്തമായിട്ട് വളരെ രുചിയോടുകൂടി തന്നെ നമുക്ക് എല്ലാവർക്കും ഇനി വീട്ടിൽ തയ്യാറാക്കാം. എരിവും പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നമ്മുടെ വീടുകളിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു പൈനാപ്പിൾ ഫ്രൈ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇനി നമുക്ക് പൈനാപ്പിൾ ഫ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിന്റെ തോല് കൂടെ നീക്കം ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പൈനാപ്പിൾ ഞാനിവിടെ തോല് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പീസാക്കി എടുക്കണം. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് രണ്ടായി പിളർന്നെടുക്കാം. അതിനുശേഷം വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ ഭാഗിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റാം. ഞാനിപ്പോൾ പൈനാപ്പിൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക്. ഇത്രയുമായാലും നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ പിന്നെ എരിവുള്ള മുളക് പൊടി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് പൈനാപ്പിൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടിട്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ വെള്ള മുളകാണെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. മസാലകളെല്ലാം പൈനാപ്പിളിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ല പോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. എരിവും പുളിയും ഉപ്പും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതൊരു വെറൈറ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ വൈറലാണ്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മസാലകൾ തന്നെ മതിയാകും. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മസാലയൊന്നും പുരട്ടി വെച്ച് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ പൈനാപ്പിൾ കഷ്ണങ്ങളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 തവണകൾ കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് മറുവശം ഒന്ന് മറിച്ചിടാം. അങ്ങനെ എല്ലാ പൈനാപ്പിൾ കഷ്ണങ്ങളും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ 2 ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഈ ഒരു പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ എന്നിട്ട് മാറ്റാം. ആദ്യം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പൈനാപ്പിളും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഇതും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിലാണല്ലേ നമ്മൾ ഇതുപോലൊരു ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ഇഷ്ടമായ നല്ലൊരു സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നാളെ എത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.